ഇന്ന് നല്ല ടേസ്റ്റി ആയ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ ഒരു കടായി ചൂടായി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ പാൽപ്പൊടിയുടെ മിക്സ് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് കാഷ്യൂ വറുത്തെടുത്തത് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇതാ പാൽപ്പൊടിയുടെ മിക്സ് എല്ലാം നല്ലപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പാല് ചൂടാക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ പാല് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മറ്റൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ തുടർച്ചയായി ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുറുക്കിയെടുക്കണേ. ഇതാ ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഡെസേർട്ട് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി കസ്റ്റാർഡിൻ്റെ ആ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ക്യാരറ്റിൻ്റെ മിക്സും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഇവിടെ റെഡിയായ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.